ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ SITയുടെ റിപ്പോർട്ട് വന്നതും അതിനെ തുടർന്ന് സസ്പെൻഷനിലായതും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് വരുന്നു. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ MR അജിത് കുമാറിനെതിരായി വകുപ്പ് തല അന്വേഷണം ഉടൻ തുടങ്ങും. കുറ്റപത്രം കൊടുക്കുന്നതിന് മുന്നോടിയായാണ് അന്വേഷണം. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണ ചുമതല. DGP യോഗേഷ് ഗുപ്തയാണ് പരിഗണനയിലുള്ളത്. അജിത് കുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തും, സാക്ഷിമൊഴികളും ശേഖരിക്കും. അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞാൽ അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസ് തന്നെ വരും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നു. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. TV പ്രസാദ്, ഈ അജിത് കുമാറിനെതിരെ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത് ഒരു കീഴുദ്യോഗസ്ഥനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷാ നടപടികൾ നിർദ്ദേശിക്കാൻ കഴിയില്ല. ADGP MR അജിത് കുമാറിൽ നിന്ന് മൊഴികൾ പോലും ശേഖരിക്കാൻ കഴിയില്ല. DGP ആണ് അതിനകത്ത് വ്യക്തത വരുത്തിയ അഭിപ്രായം തേടിയത് പോലും. അപ്പോൾ പഴുതുകൾ അടച്ച് ഒരു അന്വേഷണം SIT ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? അരുൺ, ഉറപ്പായും അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് ADGP MR അജിത് കുമാറിനെതിരായ കണ്ടെത്തലുകൾ വരുന്നത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് ഇടയിലാണ്. ആ സമയത്ത് ആ ഘട്ടത്തിൽ അത് ADGP MR അജിത് കുമാറിലേക്ക് എത്തുമെന്ന് ഒരുപക്ഷെ ആരും കരുതി കാണില്ല. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് ആ സംഘം അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്ത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ADGP നമുക്കറിയാം SP എന്ന റാങ്കിന് ഒരുപാട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് ADGP. അതുകൊണ്ട് അതിൽ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിയിട്ടും അതിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്യാനോ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം എന്ന് നിർദ്ദേശിക്കാനോ ഒന്നും കഴിയില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്ന പരിമിതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ അതിൽ കുറ്റക്കാരനാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയോടുകൂടി വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോകുന്നത്. വകുപ്പ് തല അന്വേഷണം ADGPയുടെ മുകൾ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, അതായത് DGP ആണ് അതിൽ അന്വേഷിക്കുക. നിലവിൽ യോഗേഷ് ഗുപ്തയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. അതിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറക്കും എന്നാണ് അറിയുന്നത്. ഇത് ഒരു കുറ്റപത്രമാണ്. യഥാർത്ഥത്തിൽ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കും. വേണമെങ്കിൽ ആ സാക്ഷികളുടെ മൊഴികൾ വിസ്തരിക്കുക കൂടി ചെയ്യാം. അജിത് കുമാറിന് പറയേണ്ട ഭാഗങ്ങൾ പറയാം. അജിത് കുമാറിന് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അതും ഹാജരാക്കാം. പക്ഷെ ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അരുൺ ക്രിമിനൽ കേസെടുക്കാം, ശമ്പളം തടയാം. ആ രീതിയിലേക്ക് വലിയ കുരുക്കിലേക്ക് MR അജിത് കുമാർ പോകാം. അതല്ല, ഈ രേഖകൾ വെച്ച് തനിക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ കുറ്റത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യാം. എന്തായാലും MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ അന്വേഷണമായി മാറാൻ പോകുന്നത് DGP തലത്തിലുള്ള ഈ വകുപ്പ് തല അന്വേഷണമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവ് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് അരുൺ. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഉന്നത വകുപ്പ് തല അന്വേഷണം വരുന്നു എന്നുള്ളതാണ്.